ഡ്യൂഡിന്റെ ഒരു മൂപ്പരെ കൂടെ പണ്ട് ചെയ്തിട്ട് ഇപ്പൊ ചെയ്യുമ്പോ ഒരു ക്യാരക്ടേഴ്സിൽ അഭിനയത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്? അല്ല, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു, എന്നാലും അറിയും. അതിനകത്ത് കൂടുതൽ എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. സെക്കൻഡ് കുറേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്യാരമാനത്തിൻ്റെ പോയിരുന്ന പുള്ളിയുടെ നല്ല കമ്പനിയൊക്കെ ആയിട്ട് ചെയ്യും. കുഴപ്പമൊന്നുമില്ല. നമ്മൾ പറയുന്ന പോലുള്ള ഒരു ഒന്നുമല്ല, ആളൊന്നുമല്ല. നല്ല സാധനവും നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ്. നമ്മളിപ്പോൾ ഒരു സീൻ ഇപ്പോൾ ഇത് 3 ചെയ്തപ്പോൾ തന്നെ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് വേണ്ടി നമ്മളെയൊന്നും വിളിക്കാതിരിക്കാം. പക്ഷേ സീൻ കിട്ടുമ്പോൾ ആദ്യം വിളിക്കുന്നത് നമ്മളെ വിളിക്കുന്നത്. അത് നമ്മുടെ കൂടെ ചെയ്യുന്നവരെ വിളിച്ചിട്ട് അത് വായിച്ചിട്ട് അത് ഇങ്ങനെ ചെയ്യുന്നത് ഡയലോഗ് നീ പറ മറ്റേ പറ അങ്ങനെ നമുക്ക് പറഞ്ഞു തന്ന് ഒരു പ്ലാൻ ചെയ്തിട്ട് പുള്ളിയുടെ ഒരു ശൈലി അതിനകത്ത് കൊണ്ടുവരും. എന്നിട്ട് അത് വെച്ച് പുള്ളി നടക്കും. ഭയങ്കര സെറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം പിടിച്ചു കൊടുത്താൽ മതി. ആദ്യം ടൂവിന് ശേഷം 10 കൊല്ലത്തിന് ശേഷം കാണുന്നത്. ഇപ്പൊ വേറെ റേഞ്ച് ഇരിക്കുന്ന മനുഷ്യനാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പടം ഇറങ്ങിയ സമയത്ത് രജനീകാന്തിന്റെ ഓപ്പോസിറ്റ് എന്ന് അഭിനയിച്ച ഒരു കിടിലം വില്ലനാണ് പുള്ളി. അപ്പൊ പുള്ളിയുടെ കൂടെ നമുക്ക് എന്താ പറയാ, നമുക്കൊരു അതെ. ജയിലർ 2 ഒക്കെ നമ്മളും ദൂരെ നിന്ന് മാറി ഇതും കാണാന്നുള്ളത് ലെവലിൽ നിൽക്കാം. അപ്പൊ ഞാനൊന്നും അടുത്തേ പോയിട്ടില്ല. അപ്പൊ അതിലൊക്കെ അത്ര ഹൈപ്പിൽ നിൽക്കല്ലേ അത്ര. അപ്പൊ ഞാനിങ്ങനെ പറയാം എന്നോട്, 1-ലും 2-ലോ ഇല്ലായിരുന്നല്ല ഇതിലിപ്പോ ലോക സിനിമയില് നമ്മുടെ സാധാരണ സിനിമകളില് ഒരു വില്ലനെ തകർക്കാൻ വേണ്ടി രജനീകാന്ത് മാത്രമല്ല, പല ഭാഷയിലും സൂപ്പർ സ്റ്റാറുകളാണ് വരുന്നത് ആ സിനിമയിൽ തകർക്കാനായിട്ട്. ടോപ്പ് ഉൾപ്പെടെ.